ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീയെ ആശുപത്രിയിൽ ലിഫ്റ്റിലൂടെ വാർഡിലേക്ക് മാറ്റുന്നതിനായി കൈക്കൂലി വാങ്ങി അറ്റൻഡർ 1000 രൂപ ചോദിച്ച് 500 നൽകണമെന്നാവശ്യപ്പെട്ട് ഒടുവിൽ 100 രൂപയുള്ളെന്ന് പറഞ്ഞപ്പോൾ അതെങ്കിലും തന്നേരെന്ന് പറഞ്ഞ് പ്രതി കാശ് വാങ്ങി പോക്കറ്റിലിട്ടു. കൂടെ നിന്ന ബന്ധു ദൃശ്യങ്ങൾ പകർത്തി വിജിലൻസിന് നൽകിയതോടെ മണിക്കൂറുകൾക്കകം ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. நான் முன்னே சொல்லி வச்சிருக்கேன், எடுத்து வச்சிருக்கலாம்ல. எடுத்து வச்சுக்கிற அது நீ மேம் உள்ள 7-8 பேர் வேலை சேர்ந்து வேணாம். 10 கூட இன்னும் 100 ரூபா கொடுமா, സന്തോഷം ചെയ്യലാങ്ങനെ. സേലം ഗവൺമെന്റ് ആശുപത്രി സ്റ്റാഫായ തങ്കരാജാണ് രോഗിയുടെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങൾ ലിഫ്റ്റിൽ ഒപ്പമുണ്ടായിരുന്ന ബന്ധു പകർത്തുകയും വിജിലൻസിന് അയക്കുകയുമായിരുന്നു. വിജിലൻസ് ആശുപത്രി സൂപ്രണ്ടുമായി ബന്ധപ്പെടുകയും പ്രതിയെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. TVK സർക്കാർ കൈക്കൂലിക്കെതിരെ തമിഴ്നാട്ടിലുടനീളം കർശനമായ നടപടികളാണ് തുടങ്ങിവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.